നമസ്കാരം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഉണ്ടോ, കുറച്ച് ദിവസം ലീവൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്താണെന്ന് നോക്കിയാലോ. ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കുറച്ചറിവുള്ള ആളുകൾക്ക് തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് തോന്നുകയും യഥാർത്ഥത്തിൽ കൂടുതൽ അറിവുള്ള ആളുകൾക്ക് ഇനിയും പഠിക്കാനുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്ന മനഃശാസ്ത്ര പ്രതിഭാസമാണിത്. ലളിതമായിട്ട് പറഞ്ഞാൽ, അറിവ് കുറയുമ്പോൾ ആത്മവിശ്വാസം കൂടും, അറിവ് കൂടുമ്പോഴോ വിനയവും സംശയവും കൂടും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരാൾ 2 ദിവസം മാത്രം കാർ ഓടിക്കാൻ പഠിച്ചു. അവൻ പറയുന്നു, എനിക്ക് ഇനിയെല്ലാം അറിയാം, ഞാൻ മികച്ച ഡ്രൈവറാണെന്ന്. എന്നാൽ വർഷങ്ങളുടെ പരിചയമുള്ള ഡ്രൈവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇനിയും പഠിക്കാനുള്ളത് ഒരുപാടുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത്? ഓഫ് കോഴ്സ് രണ്ടാമത്തെ ആളാണല്ലേ. ഇനി നമുക്ക് ദൈനംദിന ജീവിതത്തിലെ ഉദാഹരണങ്ങൾ നോക്കിയാലോ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു വിഷയത്തിൽ വിദഗ്ധനാണെന്ന് കരുതുന്നത്, ഇംഗ്ലീഷ് 2 ദിവസം മാത്രം പഠിച്ചിട്ട് എല്ലാം അറിയാമെന്ന് പറയുന്നത്, ഒരു രോഗത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ ഉപദേശം തള്ളിക്കളയുന്നത്, ചെറിയ ബിസിനസ് തുടങ്ങിയ ഉടനെ എല്ലാ ബിസിനസ് രഹസ്യങ്ങളും അറിയാമെന്ന് കരുതുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കുറച്ച് അറിവുള്ളവർക്ക് സ്വന്തം പരിമിതികൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ പഠിക്കുമ്പോൾ വിഷയത്തിൻ്റെ ആഴം മനസ്സിലാകും. അതോടെ വിനയവും യാഥാർത്ഥ്യബോധവും വർദ്ധിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ? തെറ്റായ തീരുമാനങ്ങൾ എടുക്കാം, മറ്റുള്ളവരുടെ ഉപദേശം അവഗണിക്കാം, പഠനം നിർത്തിപ്പോകാം, ആത്മവിശ്വാസം അമിതമായി വളരാം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിനിയും പഠിക്കാനുണ്ടോ എന്ന് സ്വയം ചോദിക്കുക, വിദഗ്ധരുടെ അഭിപ്രായം കേൾക്കുക, പുതിയ അറിവുകൾ സ്വീകരിക്കാൻ തയ്യാറാകുക, സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ അറിവ് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.